വിവാദത്തെ പറ്റിയാണ്. അനാവശ്യമായിട്ടുള്ള വിവാദമല്ലേ, എന്തിനാണ് സിനിമയായിട്ട് കണ്ടാൽ പോലെ ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിയതല്ലേ. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതല്ലേ. അപ്പോൾ പിന്നെ സിനിമയെ പറഞ്ഞ സിനിമയായിട്ട് കാണുക, അല്ലാണ്ട് ചുമ്മാ രാഷ്ട്രീയവും അതുമൊക്കെ കുത്തിക്കീരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സിനിമയും കാണാൻ പറ്റില്ല. അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ചുമ്മാ. അപ്പോൾ എനിക്ക് തോന്നുന്നു ബിനീഷ് കുര്യരി ആ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് തോന്നുന്നു ഇത്രയും വലിയ വിവാദത്തിലേക്കൊക്കെ ഇത് മാറിയത്. അതിന് മുന്നേ ഇപ്പോൾ ഞാൻ ഫാൻ ഷോ കണ്ട ആൾ 6 മണിക്ക്. ഈ ഫാൻ ഷോ കണ്ട സമയത്ത് എനിക്കൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഗുജറാത്തിലൊരു സംഭവം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ അത് ആ സെയ്ദ് മസൂദ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ വ്യൂ പോയിന്റിലാണ് ആ ഒരു കഥ പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വേറെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. പിന്നെ വിവാദം ഉണ്ടാക്കിയപ്പോൾ പടത്തിലെ റീച്ച് ചെയ്തില്ലേ, 200 കോടി കളക്ഷനൊക്കെ ആയില്ലേ. അപ്പം നല്ല കാര്യമില്ലേ. എഡിറ്റർ വേർഷൻ കണ്ടായിരുന്നോ? ഇല്ല, ഇന്ന് കാണാൻ പോയി. ഞാൻ ഫസ്റ്റ് ഡേ പടം കണ്ടത്. ഇനിയിപ്പോൾ എവിടെയും തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഞാനുണ്ട്, സായി ഉണ്ടാവും, അഭി ഉണ്ടാവും. ഞങ്ങളിനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ നോക്കിയിട്ട് അന്വേഷിച്ച് പോകും. എന്നാൽ ഇന്ന് തന്നെ പടം കാണും. എഡിറ്റർ വേർഷൻ ഇന്ന് കാണും. 2 മിനിറ്റുള്ള ആ പടം കട്ടായിട്ടുള്ളൂ. ഈ കട്ടായതുകൊണ്ട് എന്തായാലും സിനിമയുടെ ആ ഒരു മെയിൻ ആദ്യത്തെ ഒരു 20 മിനിറ്റ്സ് ഉള്ള ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു ചെറിയൊരു നമുക്ക് ഊഹിക്കല്ല, ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു ലേഡിയുടെ ആ ഒരു ഭാഗം മാത്രമായിരിക്കാൻ തോന്നുന്നു കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പറയപ്പെടുന്ന ആ സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ എന്താണോ ഉദ്ദേശിച്ചിരുന്ന തീം, ആ തീമിൽ നിന്ന് മാറാനും പോകുന്നില്ല. ഇപ്പോൾ വിവാദം ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ വെറുതെ ഇപ്പോൾ ഈച്ചടിച്ച് വീട്ടിരിക്കാൻ അല്ലാണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. സിനിമയായിട്ട് കാണുക, അല്ലാണ്ട് അവർ ആവശ്യമൊന്നുമില്ല. ചുമ്മാ ഉണ്ടാക്കുന്ന സംഖ്യകൾക്ക് പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ പ്രശ്നമാണ്. അതിലങ്ങനെ വിവാദം ഉണ്ടാകാൻ മാത്രമൊന്നുമില്ല. ഓൾറെഡി കോൺസ്പിറസി ഗുജറാത്തുകളാണ്. കത്തിച്ചതാണോ കത്തിയതാണോ എന്നുള്ളൊരു ഇപ്പോഴും ഒരു കൺക്ലൂഷൻ ആയിട്ടില്ല. ആൻഡ് പിന്നെ പറഞ്ഞാൽ സ്പോയിലറായി പോകും. അത് പിന്നെ പറയാം, ആൾക്കാർ കണ്ടിട്ട് പറയാം. അങ്ങനെ ആർട്ടായിട്ട് കാണുന്നുള്ളൊരു റെഗുലർ ടോക്ക് ഉണ്ട്. സ്റ്റിൽ പൊളിറ്റിക്സ് പറയുന്ന സിനിമ പറയുന്ന സിനിമയിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും. അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ ഒരു ഗ്രാവിറ്റിയിൽ പോവില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ ഒരു ഗ്രാവിറ്റി പോയി അത് ശരിക്കും ഈ വെട്ടും കുത്തൊക്കെ വളരെ മോശമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നുണ്ട്. വെട്ടിക്കളയേണ്ട ആവശ്യമില്ല. ഈ കട്ടിങ്സ് വന്നു കഴിയുമ്പോഴത്തേക്കും സിനിമയുടെ കണ്ടന്റിനെ ബാധിക്കുന്നത് മുരളി ഗോപിയും പൃഥ്വിരാജൊക്കെ അറിഞ്ഞിട്ടാവില്ല വെട്ടുക. അതിനെ ബാധിക്കാത്ത രീതിയിലായിരിക്കും അവർ കട്ട് ചെയ്തിട്ടുണ്ടാവും.